അതല്ലെങ്കിൽ വേറെ സൂക്കടാവും. കുറെ പെണ്ണുങ്ങൾ വന്നങ്ങാണ്ട് മെസ്സേജ് അയക്കുക. ഒരു പെണ്ണിനോട് ഞാൻ പറഞ്ഞു, എന്റെ അക്കാക്ക് സുഖാണോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കേണ്ടത് ഞാൻ ചോദിച്ചുകൊണ്ട് ഈ എന്റെ ഹസ്ബൻഡ് ഇല്ലേ അവനോട് ചോദിക്കുക. കാരണം ഞാൻ എന്നിട്ട് അവനക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കാരണം വിളിക്കല്ല, മെസ്സേജ് അവളെ അക്കൗണ്ടിൽ എടുത്തിട്ട് മെസ്സേജ് അയച്ചിട്ട് ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വിട്ടുകൊടുത്ത്. അപ്പോൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അവരാരുടെ കാര്യങ്ങൾ നോക്കുക, സന്തോഷത്തോടു കൂടി ജീവിക്കുക, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുള്ളത്? അതിനല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. പിന്നെ ഉണ്ടാക്കാൻ വരുന്ന ആൾക്കാരോട് നേരെ വരി ഇൻബോക്സിക്ക്. അത് സ്വന്തം ഐഡിയും മുഖം അഡ്രസ്സൊക്കെ ഉള്ള ഇത് അക്കൗണ്ടിൽ കയറി എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതൊക്കെ പറയാനുള്ളൂ. പിന്നെ എനിക്ക് പ്രായം കൂടുതലാണെന്ന് പറഞ്ഞത് ഓരോ പെമ്പിള്ളേരെ വന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഇക്കാക്കില്ലാത്ത പ്രശ്നം മറ്റവർക്ക് എന്താ, ഈ അവളെ ഒഴിവാക്കിക്കാളാ, എന്തിനാ അവളങ്ങനെ ഇതാക്കി നടക്കുന്നത് എന്നറിയണ്ട്. അത് ഇവർക്കല്ല തോന്നേണ്ടത്. എന്നിട്ട് ഫേക്ക് ഉണ്ടാക്കിയാണ്ട് മെസ്സേജ് അയക്കുക. അത് പിന്നെ ആമ്പിള്ളേരുണ്ട് മെസ്സേജ് അയക്കുന്നത്. അവന് കുറച്ച് ഞാൻ ഇട്ടിട്ട് പോകണോ ഇതാക്കുക പഠിച്ചോൻ്റെ അടുത്താണ്. ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അത് വിധിയാന്ന് വിചാരിക്കും. അല്ലാണ്ട് എന്താ അതല്ലേ ഇട്ടിട്ട് പോകണമെന്നുള്ള പൂതില്ല. പിന്നെ വന്നുകാണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്കറിയാം. നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ എത്തിയിട്ടുള്ളത് കേൾക്കുന്നുണ്ടാവും. ഒരു പെണ്ണിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും തരുമ്പോൾ അങ്ങനെ ചെയ്യുമോ? പെണ്ണുങ്ങളാണ്, അവർക്ക് മനസ്സിൽ പേടിന് എന്ത് പറഞ്ഞാലും. അപ്പം അതും കേട്ടുകാണ്ടാണ്ട് ചെല്ലും. അതെന്നടാ അപ്പം അങ്ങനെ അപ്പം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചിലര് പറയുന്നുണ്ട് നിന്റെ സ്വത്ത് എന്നിട്ട് കെട്ടിയാണെന്ന്. അങ്ങനെ കുറേ കമന്റുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അവന്റെ സ്വത്ത് എന്നിട്ടാണ് അവൻ കെട്ടിക്കുന്നത്, 3 മക്കളാണ്, ഇങ്ങനെ എന്തിനാ പേടിച്ചെടുത്തിരുന്നത്, അങ്ങനെയൊക്കെ ഒക്കെ തെറ്റിദ്ധാരണയാണ്. സ്വത്ത് കണ്ടിട്ടൊന്നും ഒരിക്കലും എന്റെ ഒക്കെ കല്യാണം കഴിച്ചിട്ടില്ല. ഇന്ന് വരെ സ്വത്തിന്റെ ഒരു കാര്യം പറയലുമില്ല. ഒക്കെ എന്റെ സൗകര്യം. നിങ്ങളൊന്നല്ലല്ലോ നമുക്ക് ചെലവിന് വരുന്നത്, ഞാൻ നയിച്ചിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവായിട്ട് ഉണ്ടാക്കാൻ വരുന്ന ആൾക്കാരോട് പിന്നെ പെണ്ണിനെ വിറ്റ് ജീവിക്കുകയാണ് അങ്ങോട്ട് എടുക്കും. അവരെ തള്ളനെയും തന്തനെയും ചമക്കാരും പെങ്ങന്മാരെയും ഒക്കെ കൂട്ടിക്കൊടുത്തിട്ട് അവർ ജീവിക്കണേ കേൾക്കുന്നുണ്ടോ? പിന്നെ ഈ വീഡിയോസ് ഒന്നും എടുക്കുന്നത് ഞാനല്ല, അതും കൂടി മനസ്സിലാക്കുക. ഇപ്പോഴെ വിറ്റ് ജീവിക്കാൻ അവൾക്കൊരു ഹാപ്പിനെസ് ആണ്, അതിന് കൂടെ ഞാൻ നിന്നോർക്കും, അത്രേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ? അവൾ ഹാപ്പിയാണ്, എൻ്റെ ഹാപ്പിനെസ്, അത് മനസ്സിലാക്കുക. കേൾക്കുന്നത് അല്ലാണ്ട് ഞാനിവിടെ വിറ്റുകൊണ്ട് ഉണ്ടാക്കാൻ ഞാൻ നല്ല അധ്വാനിച്ചിട്ട് ചെറുപ്പം മുതൽ അധ്വാനിച്ചിട്ട് തന്നെയാണ് എപ്പോഴും നിന്നത്, അപ്പോഴും നിന്നത്. ഓക്കെ, നല്ലൊരു പണിയുണ്ട്. ഇപ്പോൾ പണിയില്ല, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുള്ളതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അവൾക്കൊരു ഹാപ്പിനെസ് ആണ്, അതാണ് എൻ്റെ ഹാപ്പിനെസ്. അപ്പോൾ എല്ലാവരോടും നമസ്കാരം, നല്ലവരോട് നമസ്കാരം, അല്ലാത്തവരോട് നമസ്കാരം. ഓക്കെ, സപ്പോർട്ട് ചെയ്യുന്നവരോട് താങ്ക്സ്, ഇത്രയേ ഉള്ളൂ.